ഹായ് ഫ്രണ്ട്സ്, വേൾഡ് ഓഫ് എഡ്യൂക്കേഷൻ്റെ IT ട്രെയിനിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ ആണ് നമ്മൾ പഠനം ആരംഭിക്കുന്നത്. ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ലിബർ ഓഫീസ് റൈറ്ററിൽ നമുക്ക് എങ്ങനെ ടൈപ്പ് ചെയ്യാം, അതുപോലെ തന്നെ അത് നമുക്ക് എങ്ങനെ സേവ് ചെയ്തു വയ്ക്കാം എന്നുള്ളതുമാണ് നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആദ്യം ലിബർ ഓഫീസ് റൈറ്റർ എങ്ങനെ ഓപ്പൺ ചെയ്യുമെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് നമുക്കറിയാം, ഇടതുവശത്ത് മുകളിലായിട്ട് ഇവിടെ ആപ്ലിക്കേഷൻ കാണാം. ആപ്ലിക്കേഷൻസ്, ഈ ആപ്ലിക്കേഷൻസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ആപ്ലിക്കേഷൻസിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ഓപ്ഷൻസ് ഇവിടെ കാണാം, ഗ്രൂപ്പുകൾ കാണാം. ഈ ഗ്രൂപ്പുകളിൽ ഓഫീസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ജസ്റ്റ് നമ്മൾ അവിടെ കൊണ്ട് മൗസ് പോയിന്റർ വെച്ച് കഴിഞ്ഞാൽ അതിലും സബ് ഗ്രൂപ്പുകൾ വരും. അതിൻ്റെ അകത്ത് ലിബർ ഓഫീസ് റൈറ്റർ എന്ന് നമുക്ക് കാണാൻ കഴിയും. നോക്കുക, ആപ്ലിക്കേഷൻസ്, ഓഫീസ്, ലിബർ ഓഫീസ് റൈറ്റർ. അപ്പം ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ലിബർ ഓഫീസ് റൈറ്റർ നമ്മൾ തുറക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആ ലിബർ ഓഫീസ് റൈറ്റർ ഒന്ന് തുറന്ന് നോക്കാം. നമ്മൾ ആ ലിബർ ഓഫീസ് റൈറ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിബർ ഓഫീസ് റൈറ്റർ തുറന്നു വരും. ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ മൗസിൻ്റെ ഇടതുവശത്തെ ബട്ടണാണ് പ്രസ് ചെയ്യേണ്ടത്. അപ്പം ഇവിടെ ലിബർ ഓഫീസ് റൈറ്ററിൻ്റെ ഒരു വിൻഡോ ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിരിക്കുന്നത് എല്ലാവർക്കും കാണാൻ പറ്റും. ഇതാണ് ലിബർ ഓഫീസ് റൈറ്ററിൻ്റെ ഇൻ്റർഫേസ്. അപ്പം ഈ ഇൻ്റർഫേസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവിടെ മുകളിലായിട്ട് കുറേ മെനൂസ് നമുക്കിങ്ങനെ കാണാം. അപ്പം മുകളിലുള്ള ഈ ഭാഗത്ത് നമുക്ക് മെനു ബാർ എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ഇവിടെ താഴെ കുറേ ടൂൾസ് കാണാം. അപ്പം ഈ ടൂൾസൊക്കെ ഇവിടെ ഉൾക്കൊള്ളുന്നതിനെ കൊണ്ട് തന്നെ ഇത് ടൂൾ ബാർ എന്ന് നമുക്ക് ഇതിനെ വിളിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ ഒരു സാധനം ഇങ്ങനെ മിന്നിക്കളിക്കുന്നുണ്ട്. എന്താ അതിനെ നമുക്ക് കഴ്സർ എന്ന് വിളിക്കാം. അതിനെ നമുക്ക് കഴ്സർ എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, മൗസ് ഒന്നും ചെയ്യേണ്ട. മൗസ് പോയിന്റർ ഇവിടെ നിന്നോട്ടെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കീബോർഡ് ഉപയോഗിച്ച് നമുക്ക് ടൈപ്പ് ചെയ്യാൻ ആരംഭിക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എ എന്ന അക്ഷരം നമ്മൾ അടിച്ചു. അപ്പം ഇവിടെ എ എന്ന അക്ഷരം അടിച്ചപ്പോൾ എ എന്ന അക്ഷരം അവിടെ വന്നു, ബി, സി, ഡി ഇങ്ങനെ വന്നു. ഇപ്പം നമ്മൾക്കറിയാം ഇവിടെ വരുന്നത് സ്മോൾ ലെറ്റേഴ്സ് ആണ്. ഇപ്പം നമ്മൾ ഡിഫോൾട്ടായിട്ട് അവിടെ കിടക്കുന്നത് സ്മോൾ ലെറ്റേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഫുള്ള് ഇപ്പോൾ ABCDEF GHIJKLMNOPQRS ഇത്രയും ഞാൻ ടൈപ്പ് ചെയ്തു. അപ്പോൾ ടൈപ്പ് ചെയ്തപ്പോൾ ഇത്രയും ഇവിടെ വന്നു, അക്ഷരങ്ങൾ ഇവിടെ വന്നു. ഇനി നമുക്ക് ക്യാപിറ്റൽ ലെറ്റേഴ്സ് കിട്ടണം. ക്യാപിറ്റൽ ലെറ്റേഴ്സ് നമുക്ക് തുടർച്ചയായിട്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സ് കിട്ടണമെങ്കിൽ നമുക്ക് ക്യാപ്സ് ലോക്ക് ഓൺ ആക്കി കഴിഞ്ഞാൽ ഫുള്ള് ക്യാപിറ്റലായിട്ട് മാറും. ABCDEFGHIJKLMNOPQRPQR. അപ്പോൾ ഇവിടെ ഫുള്ള് ക്യാപിറ്റലാണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പം സ്മോൾ ലെറ്റർ അടിക്കുന്നതും ക്യാപിറ്റൽ ലെറ്റേഴ്സ് അടിക്കുന്നതും നമ്മൾ പഠിച്ചു. പക്ഷേ നമ്മളൊരു സെൻറ്റൻസ് ഇവിടെ മേക്ക് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ലെറ്റർ നമുക്ക് ക്യാപിറ്റലും അതേപോലെ തന്നെ ബാക്കിയുള്ള ലെറ്റേഴ്സ് സ്മോൾ ലെറ്റേഴ്സും ലഭിക്കണം. അപ്പം അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ക്യാപിറ്റൽ ഓണായി കിടക്കുകയാണ്, ക്യാപ്സ് ലോക്ക് ഓണായി കിടക്കുകയാണ്. അപ്പം ക്യാപ്സ് ലോക്ക് ഓഫാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്മോൾ ലെറ്റേഴ്സ് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ക്യാപ്സ് ലോക്ക് തന്നെ
ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ക്യാപിറ്റൽ ലെറ്റേഴ്സ് കിട്ടാൻ. ഷിഫ്റ്റ് കീ അടിച്ചിട്ട് ഏത് ലെറ്ററാണ് നമുക്ക് വേണ്ടത് ആ ലെറ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ ലെറ്റേഴ്സ് കിട്ടും. ഷിഫ്റ്റ് കീ അടിച്ചിട്ട് ഏത് ലെറ്ററാണോ വേണ്ടത് അപ്പോൾ അത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ലഭിക്കും. അതുപോലെ തന്നെ നമ്മൾ എഴുതുന്ന ഫുള്ള് ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ക്യാപ്സ് ലോക്ക് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ ഫുള്ള് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിട്ട് മാറും. അപ്പം ഇപ്പോൾ ക്യാപ്സ് ലോക്ക് ഓണാണ്. ഇനി നമുക്ക് ക്യാപ്സ് ലോക്ക് ഫുള്ള് നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് അടിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്കൊരു സ്മോൾ ലെറ്റർ അടിക്കണമെങ്കിൽ അതേപോലെ തന്നെ എന്ത് ചെയ്താൽ മതി, ഷിഫ്റ്റ് കീ ഞെക്കി ഏതാണ് നമുക്ക് സ്മോൾ ലെറ്റർ വേണ്ടത് അത് അടിച്ചു കഴിഞ്ഞാൽ സ്മോൾ ലെറ്റർ ആയിട്ടും മാറും. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഒന്നുകൂടി പറയാം. ഡിഫോൾട്ടായിട്ട് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ കീബോർഡ് കിടക്കുക എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റേഴ്സ് ആയിരിക്കും. സ്മോൾ ലെറ്റേഴ്സ് നമുക്ക് ഫുൾ ക്യാപിറ്റലാക്കി മാറ്റണമെങ്കിൽ നമ്മൾ ക്യാപ്സ് ലോക്ക് പ്രസ് ചെയ്യാം. ക്യാപ്സ് ലോക്ക് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ലെറ്റേഴ്സും ക്യാപിറ്റൽ അടിക്കാനായിട്ട് പറ്റും. അപ്പം ക്യാപ്സ് ലോക്ക് ഓണായി കിടക്കുമ്പോൾ ഏതെങ്കിലും ലെറ്റർ നമുക്ക് സ്മോൾ ലെറ്റർ ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഷിഫ്റ്റ് ഏത് ലെറ്റർ ആണോ സ്മോൾ ആക്കേണ്ടത് അത് അടിച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മൾ സ്മോൾ ലെറ്റേഴ്സിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ക്യാപ്സ് ലോക്ക് ഓഫാക്കി വെക്കുകയും ഫുൾ സ്മോൾ ലെറ്റേഴ്സിൽ ടൈപ്പ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ക്യാപ്സ് ലോക്ക് ഓണാണ്. അപ്പോൾ ക്യാപ്സ് ലോക്ക് ഓഫാക്കി ഞാൻ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സ്മോൾ ലെറ്റർ വന്നപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ലെറ്റർ ക്യാപിറ്റൽ ലെറ്റേഴ്സ് കിട്ടണമെങ്കിൽ ഷിഫ്റ്റ് അടിച്ചിട്ട് ഏത് ലെറ്റർ ആണോ നമുക്ക് ക്യാപിറ്റൽ കിട്ടേണ്ടത് അത് അടിച്ചു കഴിഞ്ഞാൽ അത് ക്യാപിറ്റലായിട്ട് മാറും. ബേസിക് ആയിട്ട് നമ്മൾ ഈ ടൈപ്പിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് ഇതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ അടുത്ത വരിയിലേക്ക് പോകണം. അടുത്ത വരിയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഷിഫ്റ്റ് എൻ്റർ കീ ഷിഫ്റ്റും എൻ്റർ കീയും വേണ്ടി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വരിയിലേക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്ത വരിയിൽ ഞാൻ ഇതേപോലെ ടൈപ്പ് ചെയ്യണം. ഇപ്പോൾ ക്യാപ്സ് ലോക്ക് ഓണാണ്. ക്യാപ്സ് ലോക്ക് ഓഫാക്കി കുറേ ടൈപ്പ് ചെയ്തു. വെറുതെ കുറേ അക്ഷരങ്ങൾ ഞാനിങ്ങനെ ടൈപ്പ് ചെയ്ത് പോവാണ്. അപ്പോൾ അടുത്ത വരിയിലേക്കും ഷിഫ്റ്റ് എൻ്റർ കീ അമർത്തുക. ഷിഫ്റ്റും എൻ്റർ കീയും ഒരുമിച്ച് അമർത്തുക. അപ്പോൾ അടുത്ത വരിയിലേക്ക് നമ്മുടെ കഴ്സർ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഷിഫ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത വരിയിലേക്ക് നമുക്ക് കഴ്സർ മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പാരഗ്രാഫ് ഞാൻ ഇവിടെ അടിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുക. ഇവിടെ ഒരു പാരഗ്രാഫ് ഞാൻ അടിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോകണം. അടുത്ത പാരഗ്രാഫിലേക്ക് പോകാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് എൻ്റർ കീ മാത്രം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പാരഗ്രാഫിലേക്ക് കഴ്സർ മാറും. അപ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാന്ന് ഡിഫോൾട്ടായിട്ട് നമുക്കറിയാം. ക്യാപ്സ് ലോക്ക് ഞെക്കിയിട്ട് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വരും. ക്യാപ്സ് ലോക്ക് ഞെക്കിയിട്ട് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വരും. അതുപോലെ തന്നെ ക്യാപ്സ് ലോക്ക് ഓഫ് ആയി കഴിഞ്ഞാൽ സ്മോൾ ലെറ്റേഴ്സ് വരും. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് സ്മോൾ ലെറ്റേഴ്സ് ക്യാപ്സ് ലോക്ക് ഓഫായി കിടക്കുന്ന സമയത്ത് സ്മോൾ ലെറ്റേഴ്സ് ഫുൾ ഇങ്ങനെ അടിക്കാം. അപ്പോൾ സ്മോൾ ലെറ്റേഴ്സ് അടിക്കുന്ന സമയത്ത് നമുക്ക് അഥവാ ഒരു ക്യാപിറ്റൽ ലെറ്റേഴ്സ് വേണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഷിഫ്റ്റ് ഏത് ലെറ്റർ ആണോ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ ആക്കേണ്ടത് ആ ലെറ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വരും. ഓക്കെ. ടൈപ്പിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ അടുത്ത വരിയിലേക്ക് പോകാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഷിഫ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത വരിയിലേക്കും, അതേപോലെ തന്നെ എൻ്റർ കീ മാത്രം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ
അടുത്ത പാരഗ്രാഫിലേക്ക് ടൈപ്പ് ചെയ്ത് വച്ചിരിക്കുന്ന കാര്യം നമുക്ക് സേവ് ചെയ്യണം. സേവ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളിവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, ഡയറക്റ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതിനു മുമ്പായിട്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇതുപോലെ നിങ്ങളെ പാഠപുസ്തകത്തിലോ വല്ലതുമുള്ള കാര്യങ്ങൾ ഇതുപോലെ ഒന്ന് ടൈപ്പ് ചെയ്ത് വയ്ക്കുക. എല്ലാവരും ടൈപ്പ് ചെയ്ത് വയ്ക്കുക, കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് വയ്ക്കുക. ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം അനുഭവപ്പെടുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. ടൈപ്പിംഗ് മാത്രം നമ്മൾ ഇവിടെ ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ബേസിക് ആയതിനെ കൊണ്ട് തന്നെ നമ്മൾ ഈ ടൈപ്പിംഗ് മാത്രം പരിശീലിക്കുക. നിങ്ങൾ എത്ര പ്രാവശ്യം ടൈപ്പ് ചെയ്യുന്നോ അത്രയും നല്ലതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യം നമുക്കിനി സേവ് ചെയ്യണം. സേവ് ചെയ്യണമെങ്കിൽ നമ്മൾ പോകേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇടതുവശത്ത് മുകളിലായിട്ട് മെനു ബാറിൽ നമുക്ക് കാണാം ഫയൽ. അപ്പോൾ ആ ഫയൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും. അതിൽ സേവ്, ഫയലിൽ സേവ്, ഫയൽ സേവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ സേവ് എന്ന് പറയുന്ന ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ സേവ് എന്ന് മുകളിൽ കാണാം. ഇവിടെ അതിൻ്റെ അടിയിലായിട്ട് നെയിം. അപ്പോൾ നമ്മൾ സേവ് ചെയ്യേണ്ട ഏത് പേരിലാണോ സേവ് ചെയ്യേണ്ടത്, ഇവിടെ ഡിഫോൾട്ടായിട്ട് അൺടൈറ്റിൽഡ് 1 കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പേര് കൊടുക്കാം. അപ്പം പാഠത്തിൻ്റെ പേരോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ IT, ഞാനിപ്പോൾ IT ന്യൂ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. IT ന്യൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പേര് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് സേവ് ചെയ്യേണ്ടത് ഇവിടെ ഡിഫോൾട്ടായിട്ട് ഡോക്യുമെൻറ്റ്സിലാണ് പോയി സേവ് ആവുക. അപ്പോൾ നമുക്ക് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുവച്ച് നമുക്ക് സേവ് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ ഡെസ്ക്ടോപ്പാണ് എടുക്കുന്നത്. ഡെസ്ക്ടോപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇടതുവശത്ത് ഡെസ്ക്ടോപ്പ് കാണാം. ഡെസ്ക്ടോപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇതിൽ ഡെസ്ക്ടോപ്പിൽ എന്തെങ്കിലും ഫയൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഫയൽസൊക്കെ ഇവിടെ കാണിക്കും. എനിക്ക് 2-3 ഫോൾഡർ അവിടെ ഉണ്ട്. അപ്പോൾ അതിനെക്കൊണ്ട് അത് ഇവിടെ കാണിക്കുന്നു. അപ്പോൾ ഇവിടെ ഞാൻ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്. ക്രിയേറ്റ് ഫോൾഡർ എന്ന് ഇവിടെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പുതിയൊരു ടൈപ്പ് നെയിം ഓഫ് ന്യൂ ഫോൾഡർ, പുതിയ ഫോൾഡറിന് നെയിം കൊടുക്കാൻ ഇവിടെ കാണും. പുതിയ ഫോൾഡറിന് നെയിം കൊടുക്കാനായിട്ട് ഇവിടെ കാണാം. അപ്പോൾ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇടത്തെ കീ അമർത്തുക, മൗസിൻ്റെ അമർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇത് വരും. എന്നിട്ട് നമ്മൾ ബാക്ക് സ്പേസ് എന്നൊരു പറഞ്ഞൊരു ബട്ടൺ നമ്മുടെ കീബോർഡിൽ കാണാം. അപ്പോൾ അത് അടിച്ചു കഴിഞ്ഞാൽ അത് എറൈസ് ആവും. എന്നിട്ട് നമുക്ക് IT ട്രെയിനിങ് അവിടെ കൊടുക്കാം. IT അത് സ്മോൾ ലെറ്റർ ആണ് ഇപ്പോൾ വരുന്നത്. നമുക്ക് അത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ലഭിക്കണമെങ്കിൽ നമ്മൾ ക്യാപ്സ് ലോക്ക് അടിച്ച് വെച്ചാൽ മതി. ക്യാപ്സ് ലോക്ക് ഞെക്കി IT ട്രെയിനിങ് കൊടുത്തു ഞാൻ. അപ്പോൾ IT ട്രെയിനിങ് കൊടുത്തു. ഇനി നമുക്ക് ഈ മൗസ് പോയിന്റർ ഇതിൻ്റെ പുറത്ത് ഒഴിഞ്ഞ ഭാഗത്ത് വെച്ച് ലെഫ്റ്റ് ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ ആ ഫോൾഡർ ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് കാണാം കൈറ്റ് ഡെസ്ക്ടോപ്പ് IT ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് Day 1 എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ടാക്കാം. Day 1 നമ്മുടെ 1ാമത്തെ ക്ലാസ്സിൻ്റെ ഇതാണ്. അപ്പോൾ Day 1 എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കാം. അപ്പോൾ ക്രിയേറ്റ് ഫോൾഡർ ഒന്നുകൂടി കൊടുക്കുക. എന്നിട്ട് ഇവിടെ തന്നെ ടൈപ്പ് നെയിം ഓഫ് ന്യൂ ഫോൾഡർ. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം, Day 1 സ്പേസ് കൊടുത്തിട്ട് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് ഒഴിഞ്ഞ ഭാഗം കൊണ്ട് മൗസ് പോയിന്റർ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ IT ട്രെയിനിങ് Day 1 ഓപ്പൺ ആയി. ഇനി നമുക്കിവിടെ അത് എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. അവിടെ സേവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഫയല് ഡെസ്ക്ടോപ്പിലെ IT ട്രെയിനിങ്ങിൻ്റെ ഉള്ളിൽ Day 1 സേവ് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി എപ്പോൾ വേണമെങ്കിലും അത് അവിടെ പോയിട്ട് തുറന്ന് നോക്കാം. ഇനി നമുക്ക് ഇത് ഇവിടെ ക്ലോസ് ചെയ്യുകയും ചെയ്യാം. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചതിനെ കൊണ്ട് നമ്മുടെ ഫയൽ ഒന്നും നഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നമുക്ക് IT ട്രെയിനിങ് എന്നുള്ളത് നമുക്കൊന്ന്
തുറന്നു നോക്കാം. IT ട്രെയിനിങ് തുറന്നു. അതിൻ്റെ അകത്ത് ഡേ 1 IT ന്യൂ ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ സേവ് ചെയ്ത് വെച്ചൊരു കാര്യം ഇവിടെ വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പരിശീലനം നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുകയും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യുക.